ഇത് നിങ്ങൾക്കേവർക്കും സുപരിചിതമായിട്ടുള്ള പിഴുപുളിയുടെ പൂവാണ്. അതിനെ നമ്മൾ ചിലർ വാളൻ പുളിയെന്നും പറയും. ഇതുകൊണ്ട് എപ്രകാരം രുചികരമായ 2-3 ചട്നി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. ഇപ്രകാരം പൂ അതിൽ നിന്നും അടർത്തി എടുക്കുക. പുളിമരത്തിൽ നിന്നും നേരിട്ട് നമുക്ക് പറിച്ച് എടുക്കാവുന്നതാണ്. വാളൻപുളിയുടെ പൂ കൊണ്ട് 3 തരത്തിലുള്ള ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത്. ആദ്യത്തെ ചട്നി ഉഴുന്നുവട, കട്ട്ലേറ്റ്, മോമോസ് തുടങ്ങി എല്ലാവിധ സ്നാക്സിനോടൊപ്പം കഴിക്കാൻ കൊള്ളാവുന്ന വളരെ രുചികരമായ ഒരു ചട്നിയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, വാളൻപുളിയുടെ പൂവ്. ഇത് ഇത്രയും മതി. പുളിയുടെ കണക്ക് തന്നെ ഒരുപാട് പുളിയാവരുത്. ഇത് 4-5 ചെറിയ ഉള്ളി, ഇത് വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം. ഇത് ഞാൻ 2 മണിക്കൂറിന് മുന്നേ ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട വറ്റൽമുളക്, ഉപ്പ്, ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ഫ്ലവർ ഇട്ട് കൊടുക്കുക. അതിന് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഉപ്പ്, ഈ വറ്റൽമുളക്, ഈ വെള്ളം തന്നെ വേണമെങ്കിൽ അല്പം ഒഴിച്ച് നമുക്ക് അത് അരച്ചെടുക്കാം. ചട്നി അരച്ച് കഴിഞ്ഞു. ഈ പരുവത്തിൽ വരണം. ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാത്തവർ വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. നല്ല ടേസ്റ്റി ചട്നി തയ്യാർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. രണ്ടാമത്തെ ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്, മെയിൻ ഇൻഗ്രീഡിയൻ്റായ പുളിയുടെ പൂവ്, ഇത് ഒരു 1/4 കപ്പ് വേണം. ഇത് 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 വറ്റൽമുളക്, 5-6 ചെറിയ ഉള്ളി, ഒരു കതിർപ്പ് കരിയാപ്പില, ഉപ്പ്. ഈ വറ്റൽമുളക് നമുക്ക് തീയിലിട്ട് അല്പം ഒന്ന് ചുട്ടെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇട്ടു. കൂട്ടത്തിൽ അല്പം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക.
അടുത്തത് ദോശ, ഇഡ്ഡലി എന്നിവയോടൊപ്പം കഴിക്കാവുന്ന ഒരു ചട്നിയാണ്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 1/4 കപ്പ് പുളിയുടെ പൂവ്, 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 പച്ചമുളക്, കരിയാപ്പില, 2 3 നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വറ്റൽമുളക്, 3-4 ചെറിയ ഉള്ളി, ഉപ്പ്. ഇനി നമുക്കത് കടുക് താളിക്കാനായിട്ട് ആവശ്യമാകുന്ന കടുക്, കരിയാപ്പില, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, പരിപ്പുകളെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ഈ പച്ചമുളക് ഇടുക, വറ്റൽമുളക്, ഉള്ളി, കരിയാപ്പില. മുളക് ഒന്ന് ചുമന്നു, പരിപ്പുകളെല്ലാം ചുമന്ന് വന്നു. അപ്പോൾ നമുക്ക് തേങ്ങയും കൂടെ ഇടാം. തേങ്ങ ഇട്ടു 1 മിനിറ്റായി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇത് തണുത്തു. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് ഇതോടൊപ്പം പുളിയുടെ പൂവും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഈ ചട്നി ഈ വിധത്തിലിരിക്കണം. അധികം അരഞ്ഞു പോകുന്നത് നല്ലതല്ല. മീഡിയം ഐസ് ഇങ്ങനെ ഇരിക്കണം. ആവശ്യത്തിന് കടുക് പൊട്ടിക്കാം. മുളക്, ഈ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഇത് ഇതിലേക്ക് ഒഴിക്കാം. ഈ ചട്നി വളരെ ടേസ്റ്റിയാണ്. ദോശയ്ക്ക്, ഇഡ്ഡലിക്കും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ടേസ്റ്റ്.